ശ്രീനിവാസൻ മരിച്ചതിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരിക്കുക അവരുടെ സുഹൃത്തുക്കൾക്കിടയിൽ സത്യൻ അന്തിക്കാടിന് തന്നെ ആയിരിക്കും. ശ്രീനിവാസൻ മരിച്ചതിനു ശേഷം എല്ലാ മലയാളികളും അതേ വാർത്തയെക്കുറിച്ചാണ് പ്രതികരിക്കുന്നത്. ശ്രീനിവാസൻ സത്യൻ അന്തിക്കാട് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കോംബോ തന്നെയാണ്. എഴുത്തുകൾ തുടങ്ങിയ കാലം തൊട്ടുള്ള സൗഹൃദമാണ് ഇരുവരും തമ്മിലുള്ളത്. പലപ്പോഴും തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ശ്രീനിയും അതുപോലെ സത്യൻ അന്തിക്കാടും അത്രയും അധികം അടുപ്പം തന്നെയാണ്. ഒരിക്കലും നമുക്ക് അവർ രണ്ടുപേരെയും മാറ്റി നിർത്താനാകില്ല. അവർ കുടുംബത്തോടെ തന്നെ വളരെയധികം സൗഹൃദം ഉണ്ടായിരുന്നവർ തന്നെയാണ്. പ്രേക്ഷകർ ഇപ്പോൾ സത്യൻ അന്തിക്കാടിൻ്റെ വാക്കുകളിലേക്കാണ് നോക്കുന്നത്. സത്യൻ അന്തിക്കാട് എന്താണ് അവസാനമായി പറഞ്ഞത് എന്ന് പറയുന്നു. മതിയായി എന്ന് പുള്ളി പറഞ്ഞിരുന്നു. മെനഞ്ഞാന്നും സംസാരിച്ചിരുന്ന വ്യക്തിയാണ്. കരച്ചിൽ നിയന്ത്രിക്കാനാകാതെ സത്യൻ അന്തിക്കാടിൻ്റെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നത്. സത്യൻ അന്തിക്കാടിന് ഒട്ടും സഹിക്കാൻ ആവാത്ത വാർത്തയാണ് ഇത്. പ്രേക്ഷകർ എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുന്നുമുണ്ട്. ആരാധകരും അത് തന്നെയാണ് പറയുന്നത്. ഒന്ന് വീണു, സർജറിയൊക്കെ കഴിഞ്ഞിരുന്നു, മെനഞ്ഞാന്ന് വിളിച്ചപ്പോൾ ഇപ്പോൾ ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. വാക്കർ വെച്ച് നടക്കാൻ ആകുമെന്നാണ് പറഞ്ഞിരുന്നത്. അത്തരത്തിൽ വരെ സംസാരങ്ങൾ നീണ്ടുപോയിരുന്നു. സുഖമില്ലാത്ത കാര്യങ്ങൾ ശ്രീനിവാസൻ പൊതുവെ ആരോടും പറയാറില്ല. സത്യൻ അന്തിക്കാടിനോട് ചിലപ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. അക്കൂട്ടത്തിലാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. സത്യൻ അന്തിക്കാട് എല്ലാവരോടും പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ഒട്ടും തന്നെ പ്രതികരിക്കാൻ അറിയാത്ത മാനസികാവസ്ഥയിലാണ് ഞാൻ ഇന്ന്. അതുമാത്രമല്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ആത്മബന്ധം എന്താണെന്നും ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊക്കെ കൃത്യമായി അറിയാവുന്ന കാര്യം തന്നെയാണ്. അസുഖബാധിതനായ ശേഷം എല്ലാം 2 ആഴ്ച കൂടുമ്പോഴും ഞാൻ പോയി കാണുമായിരുന്നു എന്നുമാണ് സത്യൻ അന്തിക്കാട് പറഞ്ഞിരുന്നത്. ശ്രീനിവാസൻ മരണപ്പെട്ടതിന് ശേഷം കുറേ വാക്കുകളാണ് സത്യൻ അന്തിക്കാട് പറഞ്ഞിരിക്കുന്നത്. ശ്രീനിയുടെ വിയോഗം വളരെയധികം തളർത്തിയിരിക്കുന്നു. 2 ദിവസത്തിന് മുന്നേയും ശ്രീനിവാസൻ ഇരിക്കാൻ തുടങ്ങി എന്നുള്ള സന്തോഷ വാർത്ത എന്നെ അറിയിച്ചിരുന്നു. ഞാൻ വളരെയധികം അത്ഭുതത്തോടെയാണ് അതിനെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ പെട്ടെന്നുള്ള ആ ഒരു മരണം എന്നെ ആകെ തളർത്തിയിരിക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലിനുമൊപ്പം നല്ല നല്ല കോംബോകളിലൂടെയാണ് കടന്നു പോയത്. ശ്രീനിവാസിനേക്കാളും എല്ലാവർക്കും ആ ഒരു കഥാകൃത്തിനെയാണ് പ്രേക്ഷകർക്കാകെ ഇഷ്ടം. ശ്രീനിവാസൻ്റെ എല്ലാ സിനിമകളിലും ഒരു പ്രത്യേകതയും ഒരു സ്നേഹവും, ശ്രീനിവാസൻ്റെ എല്ലാ സിനിമകളും പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ചതാണ്. ഓരോന്നും എടുത്തു പറയേണ്ടതായിട്ടില്ല. എല്ലാം ഒന്നിനൊന്നിന് മെച്ചം തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ശ്രീനിവാസൻ്റെ കോംബോയാണ്. ശ്രീനിവാസൻ മോഹൻലാലിൻ്റെ കൂടെയും മമ്മൂട്ടിയോടൊപ്പവും ദിലീപിനോടൊപ്പവും മുകേഷിനോടൊപ്പവും ഒക്കെ ഒത്തിരി കോംബോകൾ ചെയ്തിരിക്കുന്നു. അതൊന്നും തന്നെ ആരാധകരുടെയും പ്രേക്ഷകരുടെയും മനസ്സിൽ നിന്നും ഇപ്പോഴും മാഞ്ഞിട്ടില്ല. ഈ ലോകത്ത് മരിക്കേണ്ട വ്യക്തിയല്ല ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ കഥാകൃത്തും കഥകളും സിനിമകളും എല്ലാം നെഞ്ചിലേറ്റിയ പ്രേക്ഷകരാണ് സമൂഹത്തിലെല്ലാവരും. ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വേദനയായിരിക്കും ശ്രീനിവാസൻ്റെ ഈ ഒരു മരണം. സിനിമാ ലോകത്തോട് വിട പറഞ്ഞ ഓരോ വ്യക്തികളും ഓരോ ഓർമ്മകളാണ്. അതുപോലെ തന്നെ അതിലുപരി ശ്രീനിവാസൻ്റെ എല്ലാ സിനിമകളും ഒന്നിലൊന്നും മെച്ചവും, ദാസനും വിജയനും എന്ന് പറയുന്ന ആ ഒരു വാചകം തന്നെ എല്ലാവരും നെഞ്ചിലേറ്റിയതും ഇപ്പോഴും പലരുടെ ഇടയിലും അത് പറയുന്നുണ്ടാവും. ഒരിക്കലും തന്നെ ശ്രീനിവാസനെ ആർക്കും തന്നെ മറക്കുവാൻ സാധിക്കില്ല. മമ്മൂട്ടി ആകെ വളരെ തളർന്നുകൊണ്ടും മോഹൻലാലാകെ വളരെയധികം കണ്ണീരുമായിട്ടും ഒക്കെയാണ് ആ ഒരു സഭയിൽ വന്നു ചേർന്നത്. ശ്രീനിവാസനെ കാണുവാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രേക്ഷകരാണ്, ഒത്തിരി ജനസ്നേഹങ്ങളാണ് വന്നു നിറഞ്ഞത് ആ വീടിനുള്ളിലാകെ.